എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ നസ്രിയ തിരിഞ്ഞു നോക്കി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബാലപാഠത്തിലെ ഒരു അധ്യായമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഹരിനാരായണൻ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഗൗതം, ദിവ്യ എന്ന താരങ്ങളെ വെച്ചും മറ്റ് താരങ്ങളെ വെച്ചാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായി ഈ ചിത്രം വളരെ നല്ലൊരു ക്യാൻവാസിൽ, അതായത് നല്ലൊരു മനോഹാരിത നിറഞ്ഞ ലൊക്കേഷനിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന പുതുമുഖങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു പരിചയക്കുറവോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഗാനങ്ങളുണ്ട്. നല്ലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ അഭിനയമോഹമായി നടക്കുന്ന ഓഡീഷനിലൊക്കെ പോയിട്ട് നമുക്കൊരു ക്ലാസ് എടുക്കും. അതിന് ആക്ടിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയും. അങ്ങനെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിന് അനുബന്ധിച്ച് വരുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു കഥ ഇതിൽ നിന്നാണ് ഈ ചിത്രം തുടങ്ങുന്നത്. അത് മറ്റൊരു അന്വേഷണ വഴിത്തിരിവിലേക്ക് പോകുന്നു. ഒരാളെ കാണാതാവുന്നു, അന്വേഷണത്തിൻ്റെ വഴിത്തിരിവിലേക്ക് പോകുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പ്രേക്ഷകരെ യാതൊരു വിധത്തിലും ബോറടിപ്പിക്കാതെ ഈ ചിത്രം വളരെ മനോഹരമായി എടുത്തിട്ടുണ്ട്. ഈ ചിത്രം എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയി കാണാവുന്നതാണ്. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ചിത്രമാണ്. ഒരു പുതിയൊരു സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. സിനിമാക്കാരുടെ സിനിമാ ജീവിത വിശേഷങ്ങളുമായിട്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ അഭിനയമോഹമായിട്ട് നടക്കുന്നവർക്കും പിന്നെ സിനിമ ആസ്വദിക്കുന്നവർക്കും കാണാൻ പറ്റിയ ചിത്രമാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ നസ്രിയ തിരിഞ്ഞു നോക്കി. നല്ലൊരു ചിത്രമാണ്. എല്ലാവരും കുടുംബസമേതം പോയി തിയേറ്ററിൽ കാണുന്നു. താങ്ക് യു.